പ്രിയമുള്ളവരെ, കൈത്താക്കാലത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൈത്താക്കാലത്തിൻ്റെ ആദിമ നാമം ഞങ്ങളെ ശുദ്ധീകരിക്കുക എന്നൊരു കാലം എന്നാണെന്നാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ ആരാധനക്രമ പഞ്ചാംഗത്തിൽ 1301 ലഭിച്ച വത്തിക്കാനിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലീഹന്മാർ ലോകത്ത് നാനാഭാഗങ്ങളിലും പോയി തിന്മകളിൽ നിന്നും ലോകത്തെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചു. അനുതാപത്തിൻ്റെ കണ്ണീര് കൊണ്ട് മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു. അങ്ങനെ ശ്ലീഹന്മാർ സഭയുടെ വളർച്ചയ്ക്ക് നാന്ദി കുറിച്ചു. ഈ കാലഘട്ടം അനുസ്മരിക്കുന്ന ചൈതന്യം അതാണ്. അതുകൊണ്ട് ഈ കൈത്താക്കാലത്തിൻ്റെ ആ ചൈതന്യം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനഭാഗമാണ് ഈ ഞായറാഴ്ച നമുക്കുള്ളത്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെ ഈശോ 10 കുഷ്ഠരോഗികളെ സുഖമാക്കുന്ന സംഭവമാണ്. ഈശോ മിശിഹ രക്ഷകനാണ്, വരാനിരിക്കുന്നത് നീ തന്നെയാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് എന്ന് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ ലൂക്ക 7:22 ഈശോ പറയുന്ന പല കാര്യങ്ങളിലൊന്ന് കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു. അപ്പോൾ രക്ഷകനായ ഈശോയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കുഷ്ഠരോഗികളുടെ സൗഖ്യം കാണിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദൈവത്വം, കർത്താവിൻ്റെ മഹത്വം, രക്ഷ ഒക്കെ വിളംബരം ചെയ്യുന്ന വലിയൊരു സംഭവമാണ്. ഒരു കുഷ്ഠരോഗിയല്ല 10 രോഗികളെ സുഖപ്പെടുത്തുന്നതിലൂടെ നമ്മൾ കാണുന്നത്. ഈ സംഭവം നടക്കുന്നത് 11-ാം വാക്യം. ഓർസലമിലേക്കുള്ള യാത്രയിൽ അവൻ സമറിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ അന്തിമമായൊരു യാത്ര, ഓർസലമിലേക്ക് പോകുന്നൊരു യാത്ര ആരംഭിക്കുന്നത് 9-ാം അധ്യായം 51-ാം വാക്യത്തിലാണ്. ഇതാ നാം ജെറുസലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ചാണ് കർത്താവിൻ്റെ സഹന മരണോത്ഥാനങ്ങൾ സംഭവിക്കുന്നത്. 13-ാം അധ്യായം 22-ാം വാക്യത്തിലും അത് പറയുന്നുണ്ട്. ഈ ജെറുസലേമിലേക്കുള്ള വഴിയാത്രയിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും സംഭവം തുടർന്ന് സക്കേവൂസിൻ്റെ ഭവനത്തിൽ ജെറീക്കോയിൽ വെച്ച് സക്കേവൂസിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നത്, ജെറീക്കോയെ സമീപിക്കുമ്പോൾ കുരുടനെ സുഖപ്പെടുത്തുന്നത്. അങ്ങനെ 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവൻ ജെറുസലേമിലേക്ക് യാത്ര തുടരുന്നു. അങ്ങനെ ജെറുസലേമിൽ എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ യാത്രയുടെ വിവരണമാണ്, ട്രാവൽ ഡിസ്കോഴ്സ് എന്ന് പറയും. ആ വിവരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈശോയുടെ യാത്ര ജെറുസലേമിൽ കൊണ്ട് അവസാനിക്കുന്നതിന് നമുക്കറിയാം. അവിടുന്ന് മരണത്തിലും ഉത്ഥാനത്തിലും കൂടെ സ്വർഗീയ യാത്ര നിർവഹിച്ചു. എന്നാൽ തൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും ഒരു യാത്രയുടെ വഴി കാണിച്ചു കൊടുക്കുകയാണ്. ലൂക്ക 24:47 നിങ്ങൾ ഓർസലേമിലും ലോകത്തിലുള്ള സകല ജനപദങ്ങളുടെയിലും നിങ്ങൾ എൻ്റെ സുവിശേഷം അറിയിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഗലീലിയായിലും സമറിയായിലും ലോകം മുഴുവനിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അപ്പോൾ ഈശോയുടെ ഈ യാത്ര സഭ, തൻ്റെ ശിഷ്യന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ യാത്രയുടെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ഗലീലിയായിലും സമറിയായ്ക്കും ഗലീലിയായുടെയും അതിർത്തി പ്രദേശങ്ങളിലൂടെ പോയെന്നാണ്, ബോർഡർ ലൈൻ എന്നാണ്, അരികുകളിലൂടെ പോയി. കർത്താവിന് പോകാവുന്ന സുരക്ഷിതമായ വഴികളുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് ഈ അതിർത്തി ദേശങ്ങളിലൂടെ പോകുന്നതിൻ്റെ അർത്ഥം അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ തേടിയുള്ളൊരു യാത്രയാണ്. ഇടയൻ ആടുകളെ തേടുന്നത് പോലെയുള്ളൊരു യാത്രയാണ്. അങ്ങനെ കടന്നുപോയി ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗം അന്നത്തെ കാലത്ത് മാറാവ്യാധിയാണ്. കുഷ്ഠരോഗം പിടിപെട്ടാൽ അവരെ ക്വാറൻറ്റൈനിലാക്കുന്ന, ജീവിതകാലം മുഴുവനും പ്രത്യേക ഒരു സ്ഥലത്ത് കൊണ്ട് ആക്കുകയാണ്. അവർക്ക് വീട് ഇല്ല, കുടുംബമില്ല, എല്ലാം നഷ്ടപ്പെടുകയാണ്. കുഷ്ഠരോഗം ബാധിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സമൂഹത്തിൽ നിന്നും നിഷ്കാസിതരാക്കുകയാണ്, പുറത്താക്കുകയാണ്. അവർക്ക് അകലെ മാത്രമേ നിൽക്കാൻ അവകാശമുള്ളൂ. ലേവായുടെ പുസ്തകം 13:45 ഒരു കുഷ്ഠരോഗി വരികയാണെങ്കിൽ ഞാൻ അൺക്ലീനാണ്, അശുദ്ധനാണെന്ന് വിളിച്ച് പറയണമെന്നാണ് നിയമം. അങ്ങനെ അശുദ്ധനാണ്, പകർച്ചവ്യാധിയുള്ള വ്യക്തിയാണ്. അങ്ങനെ അകലെ നിന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു, ഈശോയെ ദൂരെ വെച്ച് കണ്ടു. അവർ സ്വരമുയർത്തി പറയുന്നു 13-ാം വാക്യത്തിൽ, സ്വരമുയർത്തി ഈശോയെ, റബ്ബി, ഗുരു, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്നാണ്. യസ്രാഹം അലേനാണ്.
കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കരുണയുണ്ടാകണമേ, ആ വാക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമേ എന്നല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്നല്ല, സാമ്പത്തിക സഹായം ചെയ്തു തരണം, ധർമ്മം തരണമെന്നല്ല. കർത്താവേ, ഗുരു, ഞങ്ങളിൽ കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 27:7 ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ അത് കേൾക്കണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു പ്രതീകമാണ്. സ്വരമുയർത്തി നമുക്ക് ജനങ്ങളെ നിങ്ങൾ സ്വരമുയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനെന്ന് നമ്മുടെ കുർബാനയിലുണ്ട്. ഒന്നായി ഉച്ചസ്വരത്തിൽ എന്ന് നമ്മൾ പാടുന്നുണ്ടല്ലോ. അപ്പോൾ ഉറക്കെ ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കുന്നത് ഈശോയോടുള്ള ആ വലിയ വിധേയത്വത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ഈശോയെ അംഗീകരിക്കുന്നതിൻ്റെയൊക്കെ അടയാളമാണ്. ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുക. അപ്പോൾ ആദ്യം അവർ ഈശോയെ കണ്ടു. 13-ാം വാക്യത്തിൽ 14-ാം വാക്യത്തിൽ ഈശോ അവരെ കണ്ടു. അപ്പോൾ ഒരു കണ്ടുമുട്ടലാണ്, എൻകൗണ്ടറാണ്. ഈശോ ഈ ദൈന്യത നിറഞ്ഞ കുഷ്ഠരോഗികൾ, സർവാംഗം വ്രണബാധിതരായ വ്യക്തികൾ, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച, ദുർഗന്ധം വമിക്കുന്ന മനുഷ്യക്കോലങ്ങൾ, അവരെ കണ്ടു എന്നാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ, ഈ വിഷമം അനുഭവിക്കുന്ന രോഗികളുടെ അസ്പൃശ്യരായ, ശാരീരികവും മാനസികവുമായ പുറത്താക്കപ്പെട്ട വേദന അനുഭവിക്കുന്ന അവരെ കണ്ടുവെന്നാണ്. ഈശോ കണ്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. അപ്പോൾ ഈശോ ലൂക്കായുടെ സുവിശേഷം 5:14 നമ്മൾ കാണുന്നുണ്ട്, കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങൾ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ. ലേവായുടെ പുസ്തകം 14:2-32 വരെ പുരോഹിതന്മാരുടെ ദൗത്യമാണ് ഇവർ ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള സാക്ഷ്യം നൽകുക. അങ്ങനെ ലേവായരുടെ, പുരോഹിതരുടെ, കഹന എന്നാണ് സുറിയാനിയിൽ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുവിൻ, നിങ്ങൾ സുഖമായി എന്ന് കാണിച്ചു കൊടുക്കുവിൻ. അവിടെ മറ്റൊരു സംഭവം നടക്കുന്നില്ല. അവർ ഈശോ പറയുന്ന അനുസരിക്കുകയാണ്. പോകുന്ന വഴി അവർ സുഖം പ്രാപിക്കുകയാണ്. ഈശോയുടെ വാക്ക് കേട്ട് പോകുന്ന വഴി സുഖം പ്രാപിക്കുകയാണ്. അങ്ങനെ സുഖം പ്രാപിച്ചപ്പോൾ അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് വീണ്ടും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരികയാണ്. തനിക്ക് കിട്ടിയ സൗഖ്യത്തെ ഓർത്ത് ദൈവത്തിന് ഉച്ചത്തിൽ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. അവൻ ഈശോയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. നിപ്പൽ അൽ അപ്പ എന്നാണ്, അതായത് മുഖം നിലത്ത് കുത്തി അതുപോലെ സാഷ്ടാംഗം വീണു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ സാഷ്ടാംഗം വീണു, സകേത് എന്ന് പറഞ്ഞാൽ മുഖത്തി സാഷ്ടാംഗം വീഴുന്നതിൻ്റെ അർത്ഥം ഈശോയുടെ ദൈവത്വം അംഗീകരിക്കുന്നുള്ളതാണ്. കർത്താവ് ദൈവത്തിന് മുമ്പിൽ മാത്രമാണ് സാഷ്ടാംഗം വീഴുന്നത്. അങ്ങനെ സാഷ്ടാംഗം വീണ് നന്ദി പറയുകയാണ്. കൃതജ്ഞതാനിർഭരമായ ഹൃദയത്തോടു കൂടിയാണ് അവൻ വരുന്നത്. അവൻ ഒരു സമറിയാക്കാരനായിരുന്നു. അപ്പോൾ ബാക്കി 9 പേരും യഹൂദന്മാരാണ്. അവർക്ക് പുരോഹിതരുടെ സാക്ഷ്യം ലഭിച്ചു. അതിനുശേഷം യഹൂദ സമൂഹത്തിലേക്ക് തിരിച്ചു പോകാം. ഈ സമറിയാക്കാരന് എങ്ങോട്ട് പോകും? അവന് ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ഈശോയുടെ പാദാന്തികം. അവന് കർത്താവിൻ്റെ പാദത്തിങ്കൽ അഭയം പ്രാപിക്കുകയാണ്. ഈശോ ചോദിക്കുകയാണ്, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. നന്ദി കെട്ടിയൊരു ലോകം. അനുഗ്രഹങ്ങൾ ലഭിച്ചു, നന്ദി പറയുന്നില്ല. അതാണ് ലോകത്തിൻ്റെ പ്രത്യേകത, അന്നും ഇന്നും. അപ്പോൾ നന്ദിയുടെ ഒരു മനോഭാവം, an attitude ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് നമ്മളുടെ ഈ സുഖപ്പെട്ട കുഷ്ഠരോഗിയിൽ കാണുന്നവൻ. നന്ദി നിറഞ്ഞവനാണ്. മാത്രമല്ല അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തോന്നിയില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഈശോ ലോകത്തിലേക്ക് വന്നത് യഹൂദർ ആയിട്ടുള്ള ആളുകളെ, ഇസ്രായേലിൽ നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുവാൻ മാത്രമല്ല, ലോകത്തിലെ സകലരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിജാതീയരെയും അവിടുന്ന് സ്വീകരിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും, സൂചനയുണ്ട്, അതിൻ്റെ സൂചനയുണ്ട്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഈ നാമാൻ, സിറിയ രാജാവിൻ്റെ സൈന്യാധിപൻ, കുഷ്ഠരോഗിയായ നാമാൻ, ആ നാമാന് സൗഖ്യം നൽകുന്നു. എലീശായുടെ വാക്കനുസരിച്ച് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുമ്പോൾ അവന് സൗഖ്യം ലഭിക്കുന്നു. സിറിയ രാജാവിൻ്റെ കത്തുമായിട്ട്
ഇസ്രായേൽ രാജാവിൻ്റെ അടുക്ക് വരുമ്പോഴേക്കും 2 രാജാക്കന്മാർ 5:7 ഇസ്രായേൽ രാജാവ് ഈ കത്ത് വായിച്ചിട്ട് എൻ്റെ സൈന്യാധിപന് സൗഖ്യം നൽകണം, പ്രവാചകനെ അയക്കണം എന്നൊക്കെ പറഞ്ഞ് വായിച്ച് കേട്ടപ്പോൾ ഈ രാജാവ് വസ്ത്രം കീറിയെന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുമോ? ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈശോയുടെ ദൈവത്വം അംഗീകരിക്കപ്പെടുകയാണ്. വിജാതീയനായ നാമാന് സൗഖ്യം ലഭിച്ചതുപോലെ ഈ മനുഷ്യനും സൗഖ്യം ലഭിച്ചു. അവൻ പുതിയ മനുഷ്യനായും നന്ദി നിറഞ്ഞവനായും. അപ്പം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുക. നമ്മുടെ കുർബാനയെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ അത്ര വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. 3-ാമത്തെ ഗഹന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അവർണ്ണനീയമായ ദാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള നന്ദി, ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ കുറവുകൾ മാത്രം, ആവലാതികൾ മാത്രം നിരത്തുന്ന മനോഭാവത്തിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവത്തിലേക്ക് കടന്നു വരണം. അത് ആത്മാർത്ഥമായി സ്തുതിക്കുന്നു. ഈ മനുഷ്യൻ കർത്താവിനെ അംഗീകരിക്കുന്നു. എന്നിട്ട് അവസാനം ഈശോ ഈ മനുഷ്യനോട് പറയുകയാണ്. ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് ജീവൻ നൽകിയിരിക്കുന്നു എന്നാണ് സുറിയാനി ഭാഷയിൽ പറയുമ്പോൾ. അതായത് വിശ്വാസം വഴി നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നീ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ജീവൻ്റെ ഒരു വഴിയിലേക്ക് അവൻ കടന്നു വരികയാണ്. ഈശോയിലുള്ള വിശ്വാസം പരിപൂർണമായ സൗഖ്യവും രക്ഷയും നൽകുന്നതാണ്. ആത്മശരീര സൗഖ്യം നൽകുന്നു. ശരീരത്തിന് സൗഖ്യം ലഭിച്ചു, അവൻ്റെ മനസ്സിന് സൗഖ്യം ലഭിച്ചു. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ സ്തുതിച്ചത്. പലപ്പോഴും ശരീരത്തിൻ്റെ കുഷ്ഠരോഗത്തേക്കാൾ ഭീകരമാണ് മനസ്സിൻ്റെ കുഷ്ഠരോഗം. പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, ദുഷ്ടതയുടെ കുഷ്ഠരോഗം ബാധിച്ച അവസ്ഥ, ജീർണതയുടെ അവസ്ഥ പൊതുജീവിതത്തിലും പല മേഖലകളിലും അത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയുമാണ്. ഈ മനുഷ്യനെ സമ്പൂർണ്ണമായി വിമോചിപ്പിച്ച് ഒരു പുതിയ മനുഷ്യനാക്കുകയാണ്. കുഷ്ഠരോഗിയായ മനുഷ്യനെ കർത്താവ് കണ്ടുമുട്ടി അവനെ പുതിയ മനുഷ്യനാക്കി ദൈവത്തെ സ്തുതിക്കുന്നവനാക്കി മാറ്റുകയാണ്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ 13 മുതൽ പറയുന്നുണ്ട്, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെയേറെ അകന്നിരിക്കുകയാണ്. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മാനുഷിക മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. അപ്പോൾ അധരം കൊണ്ട് മാത്രം സ്തുതിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഹൃദയം കൊണ്ട് സ്തുതിക്കുന്ന അവസ്ഥ വാസ്തവത്തിൽ ഈ മനുഷ്യന് ലഭിച്ചതാണ്. അങ്ങനെ ദൈവീയമായ രക്ഷ ലഭിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശാന്തശീല കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. അവർക്ക് ദരിദ്ര കർത്താവിൻ്റെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. തുടർന്ന് 23 മുതലുള്ള വാക്യത്തിൽ പറയുകയാണ്, 23-24, അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും, ഇസ്രായേലിൻ്റെ ദൈവത്തിന് മുമ്പിൽ ഭക്തിയോടെ നിലകൊള്ളും, തെറ്റിലകപ്പെട്ടവർ മടങ്ങി വരും. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യൻ ദൈവമഹത്വത്തിൻ്റെ ഒരു ജീവിതം നയിക്കുകയാണ്. താങ്ക്സ്ഗിവിങ്, അതായത് കൃതജ്ഞതാ നിർഭരമായൊരു ജീവിതം നയിക്കുകയാണ്. അതാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു യൂക്രിസ്റ്റിക് ലൈഫ് എന്ന് പറയും. കൃതജ്ഞത നിറഞ്ഞ ജീവിതം, നന്ദി പറയുന്ന ജീവിതം. ദൈവത്തിന് എന്തുമാത്രം കാര്യങ്ങളിൽ നന്ദി പറയുവാനുണ്ട്. അങ്ങനെ നന്ദി പറയുക. ദൈവത്തിന് മാത്രമല്ല, എത്രയോ മനുഷ്യരുടെ സഹായങ്ങൾ, സഹകരണങ്ങൾ ഒക്കെ ലഭിച്ചാണ് നാം ജീവിക്കുന്നത്. അവർക്കെല്ലാം നന്ദി പറയാനുണ്ട്. അങ്ങനെ ദൈവത്തോടൊപ്പമായി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കണം. 1-ാമത്തെ വായനയിൽ യെശയ്യായുടെ പുസ്തകം 19-ാം അധ്യായം കർത്താവിൻ്റെ വചനം 1-ാം വാക്യം, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയിൽ പങ്കുചേരണം. പരിശുദ്ധനായ ഈശോയുടെ സന്നിധിയിൽ നിന്ന് ഈ കുഷ്ഠരോഗി ശുദ്ധി കൈവരിച്ചതുപോലെ നമ്മൾ പരിപൂർണ്ണ ശുദ്ധി കൈവരിക്കണം. ആ പരിശുദ്ധി നമ്മുടെ വ്യാപാരങ്ങളിൽ, നീതിനിഷ്ഠമായ പ്രവർത്തനങ്ങളിൽ, സാമാന്യ നീതിക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്നാണ് 9 മുതലുള്ള വാക്യങ്ങളിൽ ലേവായുടെ പുസ്തകത്തിൽ ഒരു മതഗ്രന്ഥത്തിൽ മറ്റൊരു മതഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കാത്ത സാമൂഹിക പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ധാന്യം നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്, കൊയ്ത്തിന് ശേഷം കാല പെറുക്കരുത്, മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്ത് പറിക്കരുത്, വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കരുത്,
പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കണം. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരുന്നവർ ആ കർത്താവിൻ്റെ നീതിയിലും പങ്കുചേരുന്നു. നിങ്ങൾ മോഷ്ടിക്കരുത്, വഞ്ചിക്കരുത്, പരസ്പരം വ്യാജം പറയരുത്, കള്ളസത്യം പറയരുത്, അയൽക്കാരനെ മർദ്ദിക്കരുത്, കൊള്ളയടിക്കരുത്, കൂലിക്കാരന് വേതന നൽകുവാൻ പിറ്റേ ദിവസം വരെ കാത്തു നിൽക്കരുത്, അനീതിയിലൂടെ വിധിക്കരുത്, സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അവസാനം അതിൻ്റെ എല്ലാം മകടം ചാർത്തുന്നൊരു വാക്ക് പറയുന്നുണ്ട്. 18-ാം വാക്യം, ലേവ്യ 19:18, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാനാണ് കർത്താവ്. അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരുമ്പോൾ പുതിയൊരു നീതിബോധം നമ്മുടെ മനസ്സിൽ ഉളവാവുകയാണ്. പുതിയ മനുഷ്യരായി നമ്മൾ മാറുകയാണ്. അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങളാണ് സഭയെ വളർത്തുന്നത്, ഒരു വ്യക്തിയെ വളർത്തുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, എങ്ങനെയാണ് എൻ്റെ ജീവിത മാതൃക വഴിയാണ് നിങ്ങൾക്ക് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ അല്ല പ്രസംഗിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ആ പരിശുദ്ധിയിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ പ്രവർത്തനം നടത്തുകയാണ്. എക്സിസ്റ്റൻസ് പ്രിസീഡ് മിഷൻ. ആ പ്രേക്ഷിത ദൗത്യത്തിന് മുമ്പ് വിശുദ്ധമായൊരു ജീവിതം ഉണ്ടെന്നുള്ളതാണ്. ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ നിങ്ങളുടെ ഇടയിൽ ഞാൻ സൗമ്യമായി പെരുമാറി. 1 തെസ്സലോനിക്കർ 2:7 വാക്യം. പിന്നീട് പറയുന്നുണ്ട്, നിങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവവും നിഷ്കളങ്കവുമായിരുന്നു. പിതാവ് മക്കളെ എന്നതുപോലെ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. ഒരു അപ്പനെ പോലെ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. അത് നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്കും അവൻ്റെ മഹത്വത്തിലേക്കും വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം ജീവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ കർത്താവിൽ നിന്നും ശുദ്ധി പ്രാപിച്ചവർ നവസുവിശേഷവുമായി ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിർമ്മല ഹൃദയത്തോടെ, നിഷ്കളങ്കതയോടെ, നിസ്വാർത്ഥമായി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷണം നിർവഹിക്കും. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് സഭ വളരുന്നത്, ഓരോ വിശ്വാസിയും വളരുന്നത്. അങ്ങനെ ഈ കൈത്താക്കാലത്തിൻ്റെ വിശുദ്ധിയിൽ, അതിൻ്റെ പവിത്രതയിൽ നാം ആത്മീയമായി വളരുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള വളർച്ചയുടെ ഈ കാലഘട്ടം, ഈ വളർച്ചയുടെ ആത്മീയ അനുഭവം, പൂർണ്ണമായ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം നമുക്കുമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.